ലക്ഷദ്വീപ് തിന്നകരയിൽ പള്ളി പൊളിച്ചു മാറ്റി. ടെന്റ് സിറ്റിയുടെ നിർമ്മാണത്തിനായാണ് പള്ളി പൊളിച്ചത്. ആൾതാമസമില്ലാത്ത ടൂറിസം ദ്വീപായ തിന്നകരയിൽ കാർഷിക ആവശ്യങ്ങൾക്കായി പോകുന്നവരുൾപ്പെടെ നമസ്കരിക്കുന്ന പള്ളിയാണ് പൊളിച്ചു മാറ്റിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഷബ്ന സിയ ചേരുകയാണ്. ഷബ്ന, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പള്ളി പൊളിച്ചു മാറ്റുന്ന നിലപാടിലേക്ക് അധികൃതർ എത്തിയത്? രുചീഷ്, ഈ ടെന്റ് സിറ്റിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ലക്ഷദ്വീപിൽ ഇപ്പോൾ നടക്കുകയാണ്. തീരദേശ സംരക്ഷണ നിയമം കാറ്റിൽ പറത്തിയാണ് ടെന്റ് സിറ്റി നിർമ്മാണം എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. അത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നതിനിടെയാണ് ടൂറിസം ദ്വീപായ തിന്നകരയിലെ നമസ്കാര പള്ളി പൊളിച്ചു മാറ്റി എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഈ തിന്നകരയിൽ ആൾതാമസമില്ലാത്ത ദ്വീപാണ്. പക്ഷേ കൃഷി ആവശ്യത്തിനായി നിരവധി ആളുകൾ ലക്ഷദ്വീപുകാർ അവിടെ എത്തുന്നതാണ്. നമസ്കാരം നടത്തുന്ന പള്ളിയാണ് ഇപ്പോൾ ടെന്റ് സിറ്റി നിർമ്മാണത്തിനായി പൊളിച്ചു മാറ്റിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടെന്റ് സിറ്റി നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഹൈക്കോടതിയിലടക്കം നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഈ പള്ളി പൊളിച്ചു മാറ്റി എന്ന് പറയുന്നത്. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ലക്ഷദ്വീപിൽ നിന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് തന്നെ. കാരണം ഈ ടെന്റ് സിറ്റി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ലക്ഷദ്വീപുകാർ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. കാരണം വലിയ തോതിൽ തെങ്ങുകൾ വെട്ടി നശിപ്പിക്കുകയും തെങ്ങുകൾ നശിപ്പിച്ച് ഗുജറാത്തിലെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഈ നിർമ്മാണം നടക്കുന്നത് എന്നാണ് പരാതി. തെങ്ങുകൾ നശിപ്പിക്കുന്നത് ഇവരുടെ ഉപജീവനത്തെ ബാധിക്കും എന്ന രീതിയിൽ പരാതി ഉയർന്നിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഇന്ന് ഈ പള്ളി പൊളിച്ചു മാറ്റി എന്ന രീതിയിലുള്ള വാർത്തകൾ അവിടെ നിന്നും എത്തുന്നത്. ഷബ്ന, എന്തായാലും മുസ്ലിം വിഭാഗക്കാർ മാത്രം താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു നിയമപരമായ ഒരു കാര്യവും ഇല്ലാതെ തന്നെ ഒരു പള്ളി പൊളിച്ചേക്ക് അത് ഒരു തരത്തിലൊരു പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അധികൃതർ പോയ ഒരു സാഹചര്യം എങ്ങനെയാണ്? രുചീഷ്, ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് നാളുകളായി ലക്ഷദ്വീപിൽ നടക്കുകയാണ്. ബംഗാരം, അതോടൊപ്പം തന്നെ തിന്നകര തുടങ്ങിയ ടൂറിസം ദ്വീപുകളിലാണ് ഈ ടെന്റ് സിറ്റിയുടെ നിർമ്മാണം നടക്കുന്നത്. ഗുജറാത്ത് കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത് എന്നാണ് ദ്വീപുകാർ തന്നെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഹർജി വരികയും ഹൈക്കോടതി ചിലയിടങ്ങളിലെ നിർമ്മാണത്തിന് സ്റ്റേ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ സ്റ്റേ നൽകിയിട്ടുള്ള ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും നിർമ്മാണം നടക്കുന്നു എന്നാണ്. ഇന്നിപ്പോൾ ഈ തിന്നകരയിലെ ഒരു പള്ളി, അതായത് വർഷങ്ങളായി ഉണ്ടാക്കിയ പള്ളിയാണ്. ഈ കൃഷി ആവശ്യത്തിന് ഈ തെങ്ങ് കർഷകരടക്കമുള്ളവർ ചെല്ലുമ്പോൾ ഈ തിന്നകരയിൽ എത്തുമ്പോൾ നമസ്കരിക്കുന്ന പള്ളിയാണ്, നമസ്കാരം നടക്കുന്ന പള്ളിയാണ്. അതാണ് പൊളിച്ചു മാറ്റിയത്. മറ്റ് മുന്നറിയിപ്പുകളൊന്നും നൽകിയിരുന്നില്ല എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി ഷബ്ന.